ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് മോം. നല്ല മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വാക്കുകളായി മാറുന്നത്. നമ്മൾ നിരന്തരം പറയുന്ന വാക്കുകളാണ് നമ്മുടെ പ്രവൃത്തിയായി മാറുന്നത്. പിന്നീട് ഇത് നമ്മുടെ ശീലമായി മാറും. പിന്നെ അത് നമ്മുടെ സ്വഭാവമായും മാറും. അതുകൊണ്ട് നമ്മളിൽ നല്ല ചിന്തയുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സ്വഭാവത്തിനുടമകളാകാൻ സാധിക്കൂ. ഇപ്രകാരം നല്ല ചിന്തകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമതായി നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുക. എന്ത് കാര്യത്തിൻ്റെയും നെഗറ്റീവ്സ് മാത്രം ചിന്തിക്കാതെ പോസിറ്റീവ്സ് ചിന്തിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്നിരിക്കട്ടെ. എനിക്കതിനൊന്നും ആവില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാവില്ല. നേരെ മറിച്ച് എല്ലാവർക്കും ആകുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് എന്തുകൊണ്ടാവില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ കഴിയും. ആർക്കും പറ്റാത്തതായി ഒന്നുമില്ല. നിരന്തരം പരിശ്രമിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും വേണമെന്ന് മാത്രം. ഇവിടെ നിങ്ങളുടെ ചിന്തകൾക്കാണ് പ്രാധാന്യം. നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തിയും ഭാവിയുമൊക്കെ എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. എവരിതിങ് ഈസ് പോസിബിൾ എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം. പിന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ പുരോഗതിക്ക് എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ, അതായത് നിങ്ങളുടെ നേട്ടത്തിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ കാരണം തന്നെ എന്തെങ്കിലും തടസ്സം വന്നെങ്കിൽ അത് മറ്റുള്ളവരുടെ മേൽ പഴിചാരരുത്. നിങ്ങളുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും നിങ്ങൾക്കാണ്. എല്ലാത്തിനും എക്സ്ക്യൂസ് കണ്ടെത്തുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. എല്ലാത്തിനും അവർക്കൊരു കാരണമുണ്ടായിരിക്കും. നിങ്ങളുടെ ലൈഫ് ഏതവസ്ഥയിലാണോ ഇരിക്കുന്നത് അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയൊരു ശീലത്തിൻ്റെ കുറവാവാം നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ഈ അവസ്ഥ. സക്സസ്സിനും ഫെയിലിയറിനുമൊക്കെ കാരണം നിങ്ങൾ തന്നെയാണ്. പിന്നെ ജീവിത വിജയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പണം ഉണ്ടാവുക, കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടാവുക, ഒരിക്കലും ഇതൊന്നുമല്ല കേട്ടോ. ജീവിത വിജയം എന്നത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. ഒരു വ്യക്തി തനിക്ക് ആഗ്രഹമുള്ളതും കഠിന പ്രയത്നം കൊണ്ടും എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അയാളുടെ ഏറ്റവും വലിയ നേട്ടം. അയാൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അപ്പോഴായിരിക്കും. ഒരു രോഗിക്കാണെങ്കിൽ അയാളുടെ രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നതായിരിക്കും അയാളുടെ നേട്ടം. ഇതായിരിക്കും അയാളുടെ സക്സസ്. നിങ്ങളുടെ വിജയം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. വിജയം മാത്രമുള്ളതല്ലല്ലോ ജീവിതം. ലൈഫിൽ ദുഃഖവും സുഖവും വിജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ആരും ഇത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കില്ല. സുഖത്തിൻ്റെ ഒരു ഭാഗമാണ് ദുഃഖമെന്നും വിജയത്തിൻ്റെ ഒരു ഭാഗമാണ് തോൽവിയെന്നും മനസ്സിനെ പഠിപ്പിക്കുക. ദുഃഖമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സുഖം നന്നായി ആസ്വദിക്കാൻ കഴിയൂ. അതുപോലെ തന്നെ തോൽവിയുടെ കൈപ്പറിഞ്ഞാൽ മാത്രമേ നമുക്ക് വിജയത്തിന് മധുരം അനുഭവപ്പെടുകയുള്ളൂ. ദുഃഖത്തിലൂടെയും പരാജയത്തിലൂടെയുമാണ് പാഠങ്ങൾ പഠിക്കാനാവുക. പരാജയപ്പെട്ടാലും നിങ്ങൾ വിജയത്തിനായി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു നാൾ നിങ്ങൾ തീർച്ചയായും വിജയിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരാം. താങ്ക്